വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കണം വിശ്വസിക്കുന്നു. നമ്മുടെ ഇന്നത്തെ കണ്ടന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവുക്കുട്ടിയുടെ ഒരു വാട്ട് ഈറ്റ് എ ഡേ ആണ് കേട്ടോ. ഇവുക്കുട്ടി എന്തൊക്കെയാണ് ഒരു ദിവസം കഴിക്കുന്നതെന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഞാനിപ്പോൾ ഇൻട്രോ പറയുന്നത് ആക്ച്വലി അവൻ്റെ മോർണിംഗ് ഒരു സ്നാക്ക് കഴിഞ്ഞു. അപ്പോൾ അത് ഞാൻ ഓൾറെഡി എടുത്തിട്ടുണ്ട്. ബട്ട് അതിന് ശേഷമാണ് ഞാൻ വന്നിരുന്നത് ഇപ്പോൾ ഇൻട്രോ ഒക്കെ പറയുന്നത്. അപ്പോൾ ഇന്നെന്താ നമ്മൾ ചിലപ്പോൾ ഇന്ന് പുറത്തൊക്കെ പോകുന്നുണ്ടാവും. മേ ബി അതുമൊക്കെ ഞാനതിൽ ഇൻക്ലൂഡ് ചെയ്തേക്കാം. അധികം ബോറടിപ്പിക്കാതെ ഒരു വാട്ട് ഇവു ഈറ്റ് ഇൻ എ ഡേ കാണാം നമുക്ക്. അല്ലേ ഇവുക്കുട്ടി? സോ ഇവുക്കുട്ടിക്ക് നോർമലി അവൻ്റെ ഒരു ഡേ ഇപ്പോൾ റീസെൻ്റ്ലി ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടേക്കുന്നതെന്ന് വെച്ചാൽ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് മോർണിംഗ് ഞാൻ കുറച്ച് എണീറ്റ പാടെ ബ്രഷൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് നട്ട്സും ഡേറ്റ്സും ഒക്കെ ഞാൻ കൊടുക്കാറുണ്ട്. അപ്പോൾ അത് എന്താ പറയുക, ഒരു ഫീലിംഗ് ആണല്ലോ, നല്ലൊരു ഫീലിംഗ് ആണ്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷമാണ് നെക്സ്റ്റ് മീല് തൊട്ട്, അതായത് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ പതിയെ കാണിച്ചു തരാം. പിന്നെ എന്തെങ്കിലും സ്പെഷ്യൽ റെസിപ്പീസൊക്കെ ചെയ്യുവാണെങ്കിൽ അതും കൂടി ഇൻക്ലൂഡ് ചെയ്തേക്കാം. പിന്നെ ആദ്യമായിട്ട് ആരെങ്കിലും എൻ്റെ വീഡിയോ എൻ്റെ ചാനൽ കാണുവാണെങ്കിൽ എൻ്റെ പേര് വന്ദന. എൻ്റെ ചാനലിൻ്റെ പേര് മോം സ്ക്രിപ്റ്റ്. ഇതെൻ്റെ ഇവുക്കുട്ടിയാണ്. അപ്പോൾ ഞങ്ങളുടെ ചാനലൊന്ന് കയറി നോക്കുക. ഇഷ്ടപ്പെട്ട കോണ്ടന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഞങ്ങളുടെ ബേബി അല്ല, ബ്രദറാട്ടോ. സോ അപ്പോൾ നമുക്ക് കൂടുതൽ സംസാരിച്ച് ബോറടിപ്പിക്കണ്ട. ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദി വീഡിയോ. ഇവുക്കുട്ടിക്ക് ഈ ആനിമൽസിനോട് ഭയങ്കര ഒരു ക്രേസ് ആണ് കേട്ടോ. ഓരോ കുഞ്ഞുങ്ങൾക്കും ഓരോന്നുണ്ടാവുമല്ലോ. ഇവുക്കുട്ടിക്ക് ഭയങ്കര ക്രേസ്, കുറച്ച് കുഞ്ഞുനാൾ തൊട്ടേ അവന് ക്രേസ് കംപ്ലീറ്റ് ഈ ആനിമൽസിൻ്റെ ടോയ്സിനോടാണ് കേട്ടോ. അപ്പോൾ എപ്പോഴും ടോയ്സൊക്കെ മേടിക്കാറുണ്ട്. അവൻ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാനൊക്കെ ആഗ്രഹിക്കുന്ന കൂട്ടത്തിലാണ്. അപ്പോൾ ഇപ്പോൾ റീസെൻ്റ്ലി ഇവുക്കുട്ടി കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. അത് നമുക്ക് വ്യൂവേഴ്സിന് കാണിച്ചു കൊടുത്താലേ ഇവുക്കുട്ടി പറഞ്ഞു കൊടുക്കുമോ? ഓക്കെ, ഇവുക്കുട്ടി പറഞ്ഞു തരും കേട്ടോ. കാണിച്ചു കൊടുത്തേ. ഇതിപ്പോ എവിടെ കാണിച്ചേ? ഇതിപ്പോ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ജിയോ മാർട്ടിൽ പോയപ്പോഴത്തേക്ക് അവിടെ കണ്ടൊരു സാധനമാണ്. ഇങ്ങനെ കുഞ്ഞു ഡൈനോസറസിന്റെ ഡിഫറെന്റ് വേരിയൻസ്. പക്ഷെ എനിക്ക് ആക്ച്വലി അറിയില്ല. നമുക്ക് ആകെ അറിയാവുന്നത് ഡിനോസർ അതെ, നമുക്ക് അത് മാത്രമേ അറിയുള്ളൂ. പക്ഷെ ഇവൻ അതിന്റെ അതിന്റെ ഡിഫറെന്റ് പേരുകൾ അവൻ അറിയാട്ടോ. അപ്പൊ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. മോൻ പറയുന്നത് എങ്ങനെയാണ് കാണിച്ച്. ആക്ച്വലി എനിക്കറിയില്ല, ഇവൻ പറയുന്നത് മാത്രമേ എനിക്കറിയുള്ളൂ. പക്ഷെ ഞാനിത് വീഡിയോ നോക്കിയപ്പോഴത്തേക്കും ഇവൻ ഉള്ളതായി പറയുന്നേ. അവന്റെ കറന്റ് ഫേവറേറ്റ്സ് ആണ് ഈ അതെ, ഡൈനോസറും ആനിമൽസും. അവനത് കളക്ട് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഇവനിങ്ങനെ ഓരോന്നിന്റെയും പേര് പറയണേ. ഇതെന്താ മോനെ? ഇതിന്റെ പേരെന്താ? ഡക്ടോ. ഓക്കെ, ഇതാ ദിസ് വൺ. ഓക്കെ ഫൈൻ. ഇതെന്താ? ദിസ് വൺ ഓക്കെ. ദിസ് വൺ Alligator dinosaur. ഇതോ? Parasite elephant. Parasite elephant. Okay fine. ഇതോ? T-Rex. Okay fine. This one? Sinolosaurus. Sorry, എനിക്കറിയില്ല. ഇത്? Tritops. Okay. Okay fine. What is this? Ankylosaurus. Okay. ഇതൊക്കെയാണ് കേട്ടോ അശാൻ പഠിച്ചു വെച്ചേക്കുന്നത്. ഇത് എനിക്ക് തോന്നുന്നു മോൻ ഇത് പഠിച്ചത് ഈ ബ്ലിപ്പി എന്നും പറഞ്ഞിട്ടൊരു ഷോയുണ്ട്. ആക്ച്വലി കുട്ടികൾക്ക് കാണാൻ പറ്റിയൊരു ഷോയാണ് ബ്ലിപ്പി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവനത് യൂഷ്വലി കാണാറുണ്ട്. അങ്ങനെ അതിൽ നിന്ന് പഠിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം അതിലാണ് ഞാനും ഇത് കണ്ടിട്ടുള്ളത്. ബ്ലിപ്പിയിൽ ഇതിൻ്റെ ഇങ്ങനെ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ഡൈനോസേഴ്സിനൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് നോക്കിയാണ് ഇവക്കുട്ടി പഠിച്ചേ. അപ്പോൾ അവൻ്റെ കറണ്ട് ഫേവറേറ്റ് ആണ് ഈ ഡൈനോസർ കളക്ഷൻസ്. ഇവിടെ ഇപ്പോൾ നല്ല മഴ വരുന്നുണ്ട് കേട്ടോ. ഞങ്ങളിതിങ്ങനെ പുറത്ത് വീഡിയോ എടുക്കുന്നത്. നല്ല മഴ വരുന്നുണ്ട്, കണ്ടോ? ഓ മൈ ഗോഡ്. അപ്പം ഞങ്ങൾ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ കേട്ടോ. വേണം. What is this? വേണം നീ വാ. അമ്മയ്ക്ക് വിശക്കുന്നു.
വിശക്കത്തില്ല. വാ കം. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് കാണാം. കം. രാവിലെ പൂരിയും പൊട്ടറ്റോ കറിയും ആയത് കാരണം ഇവക്കുട്ടി കഴിച്ചില്ല. ഇവന് പൊട്ടറ്റോ കറി അത്ര അങ്ങോട്ട് ഇഷ്ടമല്ല. പ്രത്യേകിച്ച് റെഡ് കളറിൽ ഇരിക്കുകയാണെങ്കിൽ അവൻ കഴിക്കത്തില്ല, എരിവാന്ന് പറഞ്ഞിട്ട്. സോ അവൻ പൂരിയും പാലുമായിരുന്നു കുടിച്ചിട്ടുണ്ടായിരുന്നത്. പാല് കുടിച്ചു, പൂരി വെറുതെ കഴിക്കുമായിരുന്നു ചെയ്തത്. അപ്പോൾ അതായിരുന്നു ഇവൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ആകെ ലഞ്ച് കഴിക്കാനാണ് ഇവക്കുട്ടിക്ക് മടിയായിട്ടുള്ളത്. ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. കൂടുതലും ഇഷ്ടം ദോശയാണ്. ഒരു ദോശ ഫാനാണ് ഇവക്കുട്ടി. അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് എപ്പോഴും സ്മൂത്തായിട്ട് പോകാറാണ് പതിവ്. ഇന്ന് വീട്ടിൽ ചിക്കൻ മേടിച്ചപ്പോൾ ഇവക്കുട്ടിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചിക്കൻ്റെ ഒരു സ്പെഷ്യൽ റെസിപ്പി ചെയ്യുവാണ്. അതായത് നമ്മുടെ കുഞ്ഞു കുട്ടികൾക്കൊക്കെ ഒത്തിരി എരിവൊന്നും ഇല്ലാണ്ട് നമുക്ക് ഒരു കൊടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ റെസിപ്പിയാണ് കേട്ടോ. ഇത് ഒരു ഗ്രീൻ മസാലയാണ്. അതായത് ഞാൻ ആദ്യം കാണിച്ച പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കുറച്ച് പുതിനയില, മല്ലിയില, ഇതെല്ലാം കൂടി നന്നായിട്ട് ബ്ലെൻഡറിലിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഉള്ളിയും കൂടി ഇടാം കേട്ടോ. സവാള ഉണ്ടെങ്കിൽ സവാളയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക. എന്നിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് തൈര്, പിന്നെ ആവശ്യത്തിനുള്ള പൊടികൾ, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ കുറച്ച് ഗരം മസാല, ഞാൻ പിന്നെ ഇവിടെ ഇച്ചിരി ചിക്കൻ മസാലയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കൂടി നല്ലോണം ആഡ് ചെയ്തിട്ട് ഇച്ചിരി പെപ്പർ പൗഡറും കൂടി ഇടാം കേട്ടോ. ഇത്രയും കൂടി ആഡ് ചെയ്ത് അതിലേക്ക് നമുക്ക് കഴുകി വെച്ചേക്കുന്ന ചിക്കനും കൂടി ഇട്ടിട്ട് മാരിനേറ്റ് ചെയ്ത് ഒരു ഹാഫ് ആൻ അവർ വെക്കാം. കുറഞ്ഞതൊരു 15 മിനിറ്റ്സ് വെക്കുക. ഞാനിപ്പോൾ ഇതിൽ സ്ക്യൂവറിലൊക്കെ കുത്തിയിട്ട് അത് ഗ്രില്ല് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്കത് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഷാലോ ഫ്രൈ ചെയ്യാം, അല്ലെങ്കിൽ ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം. അധികം എണ്ണയൊന്നും ഇല്ലാതെ കൊടുക്കുന്നതാണ് കുറച്ചുകൂടി നല്ല ടേസ്റ്റി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ലഞ്ചിന് മഷ്റൂം മെഴുക്ക് വരട്ടിയും ചിക്കൻ ഫ്രൈയും ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ മഷ്റൂം അവനെ ടേസ്റ്റ് ചെയ്തപ്പോൾ ഇഷ്ടമായില്ല, അങ്ങനെ അവൻ കഴിച്ചില്ല. പിന്നെ എൻ്റെ ഒരു പോളിസി, നമ്മൾ ഇഷ്ടപ്പെടാത്ത സാധനം കമ്പൽ ചെയ്ത് കൊടുക്കുന്നതിലും ബെറ്റർ അവരിഷ്ടമുള്ള സാധനം വയറ് നിറച്ച് കഴിക്കുക എന്നുള്ളതാണ്. പിന്നെ അവൻ കുറച്ച് തൈര്, കട്ട തൈരും കൂടി കുടിച്ചിട്ടുണ്ടായിരുന്നു. തൈര് ഭയങ്കര ഇഷ്ടമാണ്. അതായിരുന്നു അവൻ്റെ ലഞ്ച്. ഈവനിങ് സ്നാക്ക് പഴം ഉണ്ടായിരുന്നത് കാരണം ഞാൻ അത് റോസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. പക്ഷേ അവന് ഇന്ന് നട്ട്സും കൂടിയൊക്കെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അതും കൂടി കൊടുത്തു. പക്ഷേ ഇച്ചിരി കഴിച്ചോളൂ, ഫൈൻ, അത് സാരമില്ല. പക്ഷെ അവന് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സ്നാക്കാണ് ഇന്ന് ഈവനിങ് കൊടുത്തത്, ഏത്തക്ക റോസ്റ്റ്. അമ്മമ്മ ഇത് ചോദിച്ചോണ്ടാണോ? ആണോ? അവൻ കഴിച്ചുകൊണ്ടിരുന്ന ഏത്തയ്ക്ക ഫ്രൈ ചെയ്തത് അമ്മ ചോദിച്ചതിനാണ് കേട്ടോ ഇരുന്ന് ഈ കരയുന്നത്. ഒരെണ്ണം ഒരു പീസ് തരുമോയെന്ന് ചോദിച്ചതിനായിരുന്നു കരയുന്നത്. അവൻ അത്രയ്ക്ക് ഇഷ്ടമുള്ളൊരു സ്നാക്കാണിത്. കുട്ടിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്നാക്ക് ഏതാ? ഇത് രണ്ടുമാണോ? എന്നാൽ ഇതിൽ രണ്ടിൽ ഏതാ ഏറ്റവും കൂടുതൽ ഇഷ്ടം? ഏറ്റവും കൂടുതൽ ഇഷ്ടം
വൈകുന്നേരം ഒരു 6:30 to 7 o'clock ഒക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ നേരെ മോൾ ഓഫ് ട്രാവൻകൂറിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അവിടെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട്, നമ്മുടെ വീട്ടിലത്തെ ആവശ്യത്തിനായിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് നമ്മൾ വെറുതെ ഒന്ന് പോയതാണ്. ഇറങ്ങുമ്പോഴേ ചെറിയൊരു മഴക്കോളും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. ഇന്ന് പൊതുവേ നല്ല മഴയുള്ളൊരു ദിവസമായിരുന്നു. പക്ഷേ ഞങ്ങൾ അവിടെ എത്തിയത് നേരെ ഇവക്കുട്ടി കണ്ടത് ഈ ഒരു സംഭവമായിരുന്നു. നേരെ അതിലേക്ക് അങ്ങ് കയറുമായിരുന്നു കേട്ടോ. അവൻ കയറി ഒരു 5 മിനിറ്റ് തികഞ്ഞില്ല, അതിനുള്ളിൽ തന്നെ നല്ല മഴയും അങ്ങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ മഴയത്ത് അതിൽ നിന്ന് കളിക്കാൻ പറ്റത്തുണ്ട് ഞാൻ നേരെ പിടിച്ച് താഴെ ഇറക്കി. പക്ഷേ എനിക്ക് 8ന്റെ പണി കിട്ടിയ സമയമായിരുന്നു. പിന്നെ അവിടെ കുറച്ച് നേരമൊക്കെ സ്പെൻഡ് ചെയ്ത് ഞങ്ങൾ തിരികെ പോന്നപ്പോൾ ഒത്തിരി താമസിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവക്കുട്ടി അവിടെ നിന്ന് ഒരു ഐസ്ക്രീം കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയൊക്കെ തന്നെ അന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. തിരിച്ച് എത്തിയപ്പോഴത്തേക്ക് ആൾ ഉറങ്ങിപ്പോയി. അപ്പോൾ ഇത്രയാണ് ഇവക്കുട്ടിയുടെ ഒരു വാട്ട് ഈറ്റ് എ ഡേ. അപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.